സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിത എഴുതി എ ഗ്രേഡ് നേടിയ ഋതുപർണയാണ് ഒപ്പമുള്ളത്. കഴിഞ്ഞ 3 വർഷമായി സാഹിത്യ മേഖല തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഋതുപർണയോട് തൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ഇത്തവണത്തെ വിഷയം? എന്തായിരുന്നു കവിതയ്ക്കുള്ളത്? ഇത്തവണത്തെ വിഷയം സൈബർ ഇടത്തിലെ മഴവില്ല എന്നതായിരുന്നു. ആ വിഷയത്തെ എങ്ങനെയാണ് ഗാന്ധിജിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്? നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ കണ്ട് മനസ്സുമടുക്കുന്ന ഗാന്ധിജി, സൈബർ ഇടങ്ങളിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നത്. അത് കണ്ട് വീണ്ടും രാജ്ഘട്ടിൽ ചെന്ന് വീണ്ടും തൻ്റെ ജീവിതം അൺഇൻസ്റ്റാൾ ചെയ്ത് തിരിച്ചു പോകുന്നത് പോലെയാണ് ഞാൻ കവിതയിൽ എഴുതിയിരിക്കുന്നത്. രാജ്ഘട്ടിൻ്റെ മടിയിൽ നിന്നൊരു വൃദ്ധൻ വടിയും കുത്തി എഴുന്നേറ്റ് നടന്നു. നഗ്നപാദങ്ങളിൽ പൊള്ളലേറ്റു. അപരിചിതമായ സൈബറിട കാഴ്ചകളിൽ ഉള്ളുപിടഞ്ഞു. നീളത്തിലും വീതിയിലും കൂട്ടിയും കുറച്ചും കുണിച്ചും ഹരിച്ചും നീട്ടിക്കുത്തി. കൊള്ളേണ്ടിടത്ത് കൊള്ളണം. നികത്താനാവാത്ത കുഴികളായി അവ ക്ലിക്ക് ശബ്ദത്തോടെ നിലവിളിച്ച് വന്നു പതിച്ചു. അറ്റമില്ലാത്ത വാനപ്പരപ്പിൻ്റെ അതിരുകൾ തേടി ഒരുവൻ്റെ വിരലുകൾ ഇഴഞ്ഞു. അവയ്ക്ക് തുമ്പിൽ നിലവിളികൾക്കപ്പുറം കരിഞ്ഞ പെണ്ണിൻ്റെ നിലച്ച ശരീരം. മണിയൊച്ച മുഴങ്ങിയിരുന്ന ഇടങ്ങളിൽ മരണത്തിൻ്റെ മദം പൊട്ടൽ കണ്ട് വിറച്ചു. കീറച്ചേല കണ്ട് കരഞ്ഞു. മരത്തിൽ കെട്ടിയിട്ടൊരു ഇന്ത്യൻ യുവാവിൻ്റെ ശരീരം. അതിന് താഴെയായി ബുൾഡോസർ തിന്ന തെരുവിൻ്റെ ഉപ്പ്. വൈക പിന്നിലേക്ക് വലിഞ്ഞു. ഇനിയും ഒഴുക്കി നൽകാൻ ചേല തികയില്ല എന്നവൾ പറഞ്ഞു. ജീവിതത്തെ വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് ആ വൃദ്ധൻ നനവുള്ള രാജ്ഘട്ടിൽ വന്നു കിടന്നു. മനോഹരമായ കവിത. കഴിഞ്ഞ 3 വർഷമായി ആദ്യം കവിത കൊണ്ടുവന്നു, പിന്നീട് കഥ, ഇപ്പോൾ വീണ്ടും കവിത. എങ്ങനെ തോന്നുന്നു ഈ സാഹിത്യ മേഖലയിലെ താല്പര്യങ്ങൾ, സാഹിത്യ മേഖലയിലെ യാത്ര? കുട്ടിക്കാലം മുതൽ കവിതയുടെ ഗന്ധമുണ്ട്. അച്ഛനൊരു കവിയാണ്, അധ്യാപകനാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കൊച്ചിലെ മുതലേ കവിത എഴുതും. അച്ഛനാണ് എന്നെ എഴുതാനും വായിക്കാനും പ്രേരിപ്പിക്കുന്നതും. എഴുത്തിഷ്ടമാണ് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കാരണങ്ങളായിട്ട് പറയാൻ വായന, ഇഷ്ടപ്പെട്ട കവികൾ അല്ലെങ്കിൽ വായനയുടെ ഒരു സ്വഭാവം? ഇഷ്ടപ്പെട്ട കവികളുണ്ട്. സച്ചിദാനന്ദൻ, അങ്ങനെയുള്ള പുതിയ കാല കവികളെല്ലാം ഇഷ്ടമാണ്. ഋതുപർണയുടെ അച്ഛനാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്ത് തോന്നുന്നു മകളുടെ ഈ സാഹിത്യ മേഖലയിലെ ഈ ഇരിപ്പിടത്തെക്കുറിച്ച്? തീർച്ചയായും അഭിമാനമുണ്ട്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 3 വർഷവും എ ഗ്രേഡ് നേടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. തോന്നിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മകൾ. ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കുട്ടി തുടർച്ചയായി ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. അതും സാഹിത്യ മേഖലയിലാണ് മകൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. തോന്നിക്കൽ നമുക്കറിയാവുന്ന പോലെ കുമാരനാശാൻ്റെ സർഗ പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് ലോകശ്രദ്ധ നേടിയ ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് സാഹിത്യം കൊണ്ട് സംസ്ഥാന കലോത്സവം വരെ എത്തുക എന്നുള്ളത് മറ്റൊരു അഭിമാന നിമിഷമാണ്. തീർച്ചയായും വളരെ ചെറുപ്രായത്തിലെ വായനയോട് താല്പര്യം മകൾക്കുണ്ടായിരുന്നു. അതിനെ നമ്മൾ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ വായന എഴുത്തായി മാറി എന്നുള്ളതാണ്. കാരണം വായിക്കുന്നത് എഴുതുകയും ചെയ്യുന്നത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നൊരു ധർമ്മം ഞാൻ ചെയ്യുമായിരുന്നു. നമ്മൾ ശരിയായ വഴിതിരിച്ചു വിട്ടാൽ മാത്രമേ ശരിക്കുള്ള വഴികളിലേക്ക് ആരായാലും എത്തുകയുള്ളൂ. തീർച്ചയായും മകളുടെ കാര്യത്തിൽ അത്തരത്തിൽ നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, നല്ല കവിതകൾ, കഥകൾ ഒക്കെ വായിക്കാനായി തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ള ധർമ്മം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സ് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും എന്ത് വായിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു മനസ്സിന് ഊർജ്ജം കിട്ടും. സാഹിത്യം അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു മാനസികമായ വിശപ്പ് അടക്കലാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഒപ്പം ഉള്ളിലുള്ള സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനും അതിനെ ഊർജ്ജസ്വലമാക്കാനും അത് ഒരു മനുഷ്യനാക്കാനും പച്ചപ്പുള്ള വ്യക്തിയാക്കാനും സാമൂഹികമായ ധർമ്മത്തിൽ കുറച്ചുകൂടെ ആണ്ടുകൊണ്ട് ജീവിക്കാനും ഒക്കെ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് സാഹിത്യം. മറ്റൊരു കലയ്ക്കുമില്ലാത്ത ഒരു ഊർജ്ജസ്വലത, ഒരു സ്പേസ് സാഹിത്യത്തിനുണ്ട്. തീർച്ചയായും അത് സംശീകരിക്കാൻ ഒരു പരിധിവരെ ഋതുപർണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും പഠനത്തോടൊപ്പം അവളത് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സപ്പോർട്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തുണ്ട്. സ്കൂളിൽ നിന്നും അധ്യാപകരുടെ നല്ല സപ്പോർട്ട് ഋതുപർണയ്ക്കുണ്ട്. സ്കൂളിലൊരു വലിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഋതുപർണയ്ക്ക് തൻ്റെ ചെറിയ ഒരു ലോകത്തെ വിപുലമാക്കാൻ അല്ലെങ്കിൽ വിശാലമാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സൈബർ ഇടം എന്നുള്ളൊരു വിഷയം വരികയും അതൊരു സമകാലിക ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഋതുപർണ. എങ്ങനെ മകളുടെ രാഷ്ട്രീയ ബൗദ്ധ്യത്തെ നോക്കിക്കാണുന്നു? തീർച്ചയായും അവളുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ വളർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം കൊടുത്ത വിഷയത്തെ അത് ഇന്ത്യയുടെ വർത്തമാനകാല കാലാവസ്ഥയിൽ ഒരുപക്ഷെ
അതിലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി ഉണ്ടായിരിക്കാം. അതിലേക്ക് കൊണ്ടെത്തി ഇന്ത്യൻ അവസ്ഥയെ നോക്കിക്കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ +2 വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ അത്തരത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ അവസ്ഥകളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് കൂടി ആയിരിക്കാം. തീർച്ചയായും അത് വായനയിൽ നിന്ന് കിട്ടിയൊരു ഊർജ്ജമായിരിക്കാം. വർത്തമാനകാല ഇന്ത്യ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ്. എല്ലാവരും ഒരേ കണക്ക് സന്തോഷവാന്മാരായോ സന്തോഷവതികളായോ ജീവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പൊള്ളിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ബിംബങ്ങളിൽ ഒരു വിഗ്രഹം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ വിഷയത്തോടുള്ള കുട്ടിയുടെ വല്ലാത്തൊരു തീവ്രമായ മനോഭാവത്തെ നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ വിഷയത്തെ വളരെ സർഗാത്മകമായി കണ്ടറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് ഓർമ്മയിൽ നിന്ന് കുറച്ച് വരികൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവമാകുമ്പോൾ അവിടെ റഫ് കോപ്പി പോലും കുട്ടികൾക്ക് കൊടുത്തു വിടാറില്ല. അപ്പോൾ ഓർമ്മയിൽ നിന്നാണ് കുട്ടി വരികളൊക്കെ പറഞ്ഞു തന്നത്. ആ വരികൾ തീർച്ചയായും കവിതകൾ ഉള്ള വരിയാണ് എന്നെനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തോന്നയ്ക്കൽ ആശാൻ സ്മാരകം അതിൻ്റെ എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാവും. അവിടുത്തെ കുട്ടിക്കാലം മുതലേ അതിൻ്റെ സാഹിത്യവേദിയുടെ വക്താവാണെന്ന് മനസ്സിലായി. പദ്യം ചൊല്ലിൽ പലപ്പോഴായി പങ്കെടുക്കാറുണ്ടെന്നറിയാം. ആശാൻ കവിതയില്ലാതെ എങ്ങനെയാണ് ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്? പിന്നെന്താ ആശാൻ്റെ 2 വരി. തൂമ തേടും തൻ പാളകിണറ്റിലിട്ട് ഓമൽ കൈയാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൽ ശ്രീമാനാഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൽ ദാഹിക്കുന്നു ഭഗീനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ അല്ലലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീജനാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. ആശാന്റെ ചണ്ഡാലഭിക്ഷുകിയുടെ വരികളാണ്. അതും ഒരു രാഷ്ട്രീയ കവിത തന്നെയാണ്. സമകാലിക ഇന്ത്യയിൽ ഗാന്ധിജിയെ ചേർത്ത് പിടിക്കുക എന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്, സാഹിത്യ പ്രവർത്തനമാണ് എന്ന ബോധ്യമുള്ള 12ാം ക്ലാസ്സുകാരി ഋതുപർണയോടൊപ്പം നിൽക്കുമ്പോൾ അഭിമാനമുണ്ട്. ഈ കവിത ചൊല്ലിക്കേൾക്കാൻ കഴിയുന്ന ഓരോരുത്തർക്കും അഭിമാനമാണ്.